ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. സുഖാണോ? ഇന്ന് കോളേജിൽ പോയില്ലേ? പോണ വഴിയാ. ഇവിടെ വീട്. ഓ ശരി. സരസ്വതി മ്യൂസിക്കൽസിലല്ലേ? ഇവിടെ അല്ലേ? അതെ, ടൗണിലെ സരസ്വതി മ്യൂസിക്കൽസ്. അവിടെ. സുഖൽ ചോദിച്ചാണല്ലേ? എന്തു പറ്റിയടോ? ഇതുവരെ ബസ് വന്നില്ലേ? ഇല്ലടോ, ഇന്ന് ലേറ്റ് ആണെന്നാ തോന്നുന്നു. ഇതാരാ? ഇത് ഫ്രണ്ടാ. ഹലോ, ഐ എം സെലിൻ. സെലിൻ. ഹായ്. ഹലോ. എന്നാ കേറിക്കോ, ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ശരി എന്നാല്. ഓക്കെ ഇപ്പം. അങ്കിളെ, പാളയത്തേക്ക് ഒരു ലിഫ്റ്റ് വരുമോ? ആരുടെ അങ്കിള്? പാളയത്തേക്ക് ഒരു ലിഫ്റ്റ്. ഞാൻ പാളയത്തേക്കല്ല. ഞാൻ കണ്ട്. എന്ത് കണ്ടു? ആ ചേച്ചീനെ ട്യൂൺ ചെയ്യണത്. വർക്കൗട്ടായാ? ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കേ. ഇതൊക്കെ പഴഞ്ചനാണ്. ആ ചന്ദനക്കുറിയും ജുബയും മുണ്ടും ഒക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാല് ചേട്ടൻ ചുള്ളനാണ്. പിന്നെന്താണ് സീന്? സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, ഒക്കെ സെറ്റാണ്. ചേച്ചി ഓക്കെ പറയും. ഒരു ലിഫ്റ്റ് വരുമോ പാളയത്തേക്ക്? താങ്ക്സ്. മോഡൽ ഇഷ്ടപ്പെട്ടോ സാറിന്? ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? അതെ. എന്നാ അത് പാക്ക് ചെയ്തോളൂ. സാർ ആളാകെ മാറിയല്ലോ. ഒരു ചേഞ്ച് ആർക്കാണ്? എന്താ സാർ ഇവിടെ? ഞാനേ ഒരു തബല വാങ്ങ. തബലയൊക്കെ വായിക്കാൻ അറിയാം? ശരി. ഏത് മോഡലാ വേണ്ടത്? മോഡല് ഈ പിച്ചളയുണ്ട്, സ്റ്റീലുണ്ട്, ചെമ്പുണ്ട്. ഒരു മിനിറ്റ് വെച്ച് നിന്നെ വിളിക്കാം. ഇതെന്താ ഏട്ടാ ഇത്? തബല. തബലയോ? എന്തിന്? നിങ്ങൾക്കിത് വായിക്കാൻ അറിയാം? ആളെ മുതൽ വായിക്കും. ഇതെന്താ മൊത്തം ഒരു ചേഞ്ച്, പാന്റ് ഷർട്ടും ഒക്കെ? എന്റെ ചേട്ടനൊരു പരിഷ്കാരമാവണ്ടേ? വട്ടല്ല, അത് ആൾറെഡി ഉണ്ടല്ലോ. പിന്നെന്താണ്? എന്റെ അമ്മയെ എന്തിനാ നിങ്ങൾ എന്നെ കണ്ടു ഓടുന്നത്? പേടിച്ചിട്ടാ. എന്തിന്? അല്ല, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതൊന്നും സാറിന് ഇഷ്ടമല്ലല്ലോ. അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ഇരിപ്പിന് സത്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കണം, കൂടെ ഇരിക്കണം കേട്ടോ. ഞാനുണ്ട് കൂടെ. ഇരിക്കേ. വേണ്ട, ഇരിക്കേ. നിങ്ങളോട് ഇരിക്കും. സർ,
എന്താ വേണ്ടേ? അത് തമ്പുരുണ്ടോ? സാർ ഏത് മോഡലാണ് വേണ്ടേ? ആ സാറോ, തബലയ്ക്ക് വല്ല കംപ്ലൈന്റ്? സാറിനൊരു തമ്പുരു വേണമെന്ന്. സാറിന് തമ്പുരും വായിക്കാൻ അറിയോ? സാർ ആള് കാണുന്ന പോലെ അല്ലല്ലേ. അതെ, സാറിന് വായിക്കാൻ അറിയാത്ത ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരുമാതിരപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഇത്രയും ടാലന്റ് ഒക്കെ ഉള്ള ആൾക്കാരോട് എനിക്ക് വലിയ ബഹുമാനാട്ടോ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തമ്പുരു വീട്ടിപ്പോ കമ്പി പൊട്ടിപ്പോയി. അതിന് സ്ട്രിങ് മാറ്റിയാൽ മതിയല്ലോ സാർ. മതി, അത് അത് പഴയ മോഡലാ, ഞാൻ മാറ്റാന്ന് വെച്ചു. എന്നാ പുതിയ മോഡൽ കാണിച്ചു തരാം. ആ, ഈ മോഡൽ മതിയാവോ? മതി. അതെ, ഇത് നടക്കും. എന്താച്ചാ പ്രൊഫസർ സാറിന്റെ ഏകദേശം ഒരുമാതിരിപ്പെട്ട ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു മഹാസംഭവമാണ് ഈ കുട്ടി. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട് അങ്ങനെയാ. ഏട്ടൻ ഇപ്പൊ പഴയ ഏട്ടനൊന്നും അല്ല. ഓ, അത് ശരി, പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ ആയല്ലേ? അപ്പൊ വേറെ ഉണ്ട്. അതൊന്നും അല്ലെന്ന്. ഹൈ, പിന്നെന്താ കാര്യം? അയ്യോ, ഇത് സുഖല്ലേ? ഓ ഉന്തം പട്ടിയോടെ തിന്നിയില്ല, ബാക്കിയുള്ളവരോട് തീറ്റിക്കുകയില്ല. ആ എന്തു പറ്റി? എന്താ ഇവിടെ? ദാ ഇൻവിറ്റേഷൻ. ഞാൻ ലേറ്റ് ആയി പോയല്ലേ? എന്താ? ഒന്നുമില്ല. ആരാ വരാൻ? വരണോ? ഇതൊന്നും അല്ല. ഇത് ഞങ്ങളുടെ ഷോപ്പിന്റെ 3-ാം വാർഷികവും പിന്നെ മാഡത്തിന്റെ മോളെ പിറന്നാളുമാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പാർട്ടി ഉണ്ട്. മാഡം പറഞ്ഞു ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സിനെയൊക്കെ വിളിക്കണമെന്ന്. സാറിപ്പോ ഞങ്ങളുടെ ഒരു മേജർ ക്ലയന്റ് ആണല്ലോ, അതാ നേരിട്ട് വന്ന് കണ്ട് വിളിക്കാന്ന് വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു. സാറ് തീർച്ചയായിട്ടും വരണം കേട്ടോ. ഓ, ഉറപ്പായിട്ടും വരും. ശരി എന്നാല്. ആ, സാർ ഇറങ്ങാറായോ? എന്തു പറ്റി? അല്ല, ഞാൻ വന്ന വണ്ടി പോയി. സാറ് ഇറങ്ങുകയാണെങ്കിൽ എന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ. ഞാൻ ഇറങ്ങാറായി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ശരി, താങ്ക് യു. ആ